യേശുവേ നീ എനിക്കായി ഇത്രയേറെ സ്നേഹമേകാൻ അടിയനിൽ യോഗ്യതയ എന്തു കണ്ടു നീ സ്നേഹമേ നിൻ ഹൃദയം ക്ഷമയുടെ സാഗരമോ നന്മകൾക്കു നന്ദിക എന്തു ചെയ്യും ഞാൻ യേശുവേ നീ എനിക്കായി ഇത്രയേറെ സ്നേഹമേകാൻ അടിയനിൽ യോഗ്യതയ എന്തു കണ്ടു നീ എന്തു കണ്ടു നീ എന്തു കണ്ടു നീ. ചരിത്രം കുറിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ക്രിസ്ത്യൻ മ്യൂസിക് റിയാലിറ്റി ഷോ വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 2 ജൂനിയറിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന ഇന്നത്തെ പെർഫോമൻസസിലേക്ക് കടക്കുകയാണ്. അതിനു മുൻപായി നമുക്ക് നമ്മുടെ ജഡ്ജസിനെ സ്വാഗതം ചെയ്യാം. നമുക്കേവർക്കും പ്രിയങ്കരനായ, നമുക്ക് മറക്കാനാകാത്ത ഒരുപാട് ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ സമ്മാനിച്ച ഫാദർ ആന്റണി ഉർലിയാനിക്കൽ CMI, മ്യൂസിക് ഡയറക്ടർ ആൻഡ് പ്ലേബാക്ക് സിംഗർ അൽഫോൺസ് ജോസഫ്, നമുക്കേവർക്കും പ്രിയങ്കരിയായ ഗായിക സിസിലി എബ്രഹാം, മ്യൂസിക് ഡയറക്ടർ പ്രിൻസ് ജോസഫ് ലീഡ് ചെയ്യുന്ന ഓർക്കസ്ട്ര ടീമിനെയും നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം. അങ്ങനെ ഇന്നത്തെ മത്സരങ്ങളിലേക്ക് കടക്കാനുള്ള സമയമായിരിക്കുകയാണ്. വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 2 ജൂനിയറിന്റെ ഇന്നത്തെ എപ്പിസോഡിലെ ഫസ്റ്റ് പെർഫോമൻസിനായി ലെറ്റ് മീ ഇൻവൈറ്റ് മരിയ ബാബു. മരിയ കുട്ടി, എന്തോ സുഖാണോ? സുഖം. എങ്ങനെയുണ്ടായിരുന്നു ലാസ്റ്റ് പെർഫോമൻസസ് ഒക്കെ കഴിഞ്ഞപ്പോൾ? ഇടവകയിലും പള്ളിയിലൊക്കെ എന്തായിരുന്നു അഭിപ്രായം? എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. എല്ലാവർക്കും വലിയ സന്തോഷമായി. എല്ലാവർക്കും സന്തോഷമായില്ലേ? ഇപ്പോൾ ഒരുപാട് പേരുണ്ടല്ലേ മരിയെ സപ്പോർട്ട് ചെയ്യാനും മരിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഒക്കെ. അതൊരു വലിയ അനുഗ്രഹവും വലിയൊരു ഭാഗ്യമാണല്ലേ. ഈ ഒരു ഫ്ലോറിൽ വന്നു എത്ര പേരാണ് മരിയയ്ക്ക് നന്നായിട്ട് പാടാനും ഈ സ്റ്റേജിൽ നന്നായി പെർഫോം ചെയ്യാനൊക്കെ മരിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നല്ലേ. അപ്പോൾ ഇന്ന് ഏത് റൗണ്ടിലാണ് പാടാൻ വന്നിരിക്കുന്നത്? ഞാൻ സെമി ക്ലാസിക്കൽ റൗണ്ടിൽ. സെമി ക്ലാസിക്കൽ ഏത് പാട്ടാണ്? ഒരു നാളിലൻ കുടിലൻ മുറ്റത്തു നീന്ന പാട്ടാണ്. പ്രാക്ടീസ് ചെയ്തോ? മരിയ നല്ല ടാലന്റ് ഉള്ള കുട്ടിയാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പ്രാക്ടീസ് ചെയ്ത പോലെയൊക്കെ നന്നായിട്ട് ഈ സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓൾ ദി ബെസ്റ്റ് മരിയ. താങ്ക് യു. ആ
മരിയ, എന്തോ? മരിയ നല്ല പാട്ടായിരുന്നു കേട്ടോ. താങ്ക് യു. ഞാൻ എന്നും മരിയയുടെ ശബ്ദത്തിൻ്റെ ഒരു ഫാനാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് മരിയയുടെ ശബ്ദം. നല്ലൊരു ദൈവം അനുഗ്രഹിച്ച നമുക്ക് ശബ്ദം എന്ന് പറയുന്നത് നമ്മളുടെ സ്വന്തമല്ല, ദൈവത്തിൻ്റെ ഒരു ദാനമാണല്ലേ. അതിനെന്നും നമ്മളിങ്ങനെ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണം അല്ലേ. അതെ, എങ്ങനെ പാടിയെന്ന് തോന്നണം മരിയയ്ക്ക്? വലിയ കുഴപ്പമില്ലാതെ പാടി. വലിയ കുഴപ്പമില്ലാതെ പാടിയെന്ന് തോന്നണം അല്ലേ. നമുക്കിനി ജഡ്ജസിനോട് ചോദിക്കാം, മരിയയുടെ സെമി ക്ലാസിക്കൽ സോങ് എങ്ങനെയുണ്ടായിരുന്നു എന്ന്. ഉരുളിയനിക്കലച്ച മരിയ, എന്തോ? എങ്ങനെയുണ്ടായിരുന്നു മരിയ? മറ്റ് റൗണ്ട്സ് ഒക്കെ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ എന്നാ പറഞ്ഞു? എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു, കൂടുതൽ പ്രാക്ടീസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ എന്തെങ്കിലും പറഞ്ഞോ? ഒരു കറക്ഷൻ എന്തെങ്കിലും തന്നവർ ആരെങ്കിലും? എപ്പോഴും ബ്രീത്തിങ്ങിൻ്റെ പ്രോബ്ലം പറയുന്നത്, പിന്നെ പ്രൊനൗൺസിയേഷനും പറയുന്നുണ്ട്. ബ്രീത്തിങ്ങും പ്രൊണൗൺസിയേഷനും ഒക്കെ ഒരു പരിധിവരെയൊക്കെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇനി വീണ്ടും നമുക്ക് പരിശ്രമിക്കാം, ഇനി സമയമുണ്ടല്ലോ. മരിയയ്ക്ക് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. താങ്ക് യു. നല്ലൊരു പാട്ടാണ് നമ്മളെടുത്തത്. ഞങ്ങളുടെ ഹിന്ദുസ്ഥാനിൽ ഹിന്ദോൾ എന്ന് പറയുന്നത്. സഗമദനിസ സഗമധനിസ സാനിധപഗസ പഠിക്കും. സഗമധനിസ സാനിധമഗസ. വാർന്ന് പഠിക്കോ? സാ സാ സഗമധനിസ സാനിധമഗസ. ആ കാര്യത്തിൽ പഠിക്കും. ആ നല്ല നീറ്റായിട്ട് മോള് പഠിച്ച കാര്യങ്ങളൊക്കെ അവൾ നന്നായി പാടി. ഒരു സെമി ക്ലാസിക്കൽ റൗണ്ടിലാണ് ഈ പാട്ട് എടുത്തത്. പിന്നെ നല്ല ഓർക്കസ്ട്ര സപ്പോർട്ട് ചെയ്തത് മോളെ. നല്ല ഓർക്കസ്ട്ര നല്ലോണം. മോളെ സിംഗിങ്ങിൻ്റെ കുറവൊക്കെ ഓർക്കസ്ട്രയിൽ കുറച്ചൊക്കെ തീർന്നു പോയിട്ടുണ്ട്. ടോട്ടലി ഞങ്ങൾ ഇപ്പോഴും പറയാനുള്ളത് ഒരു ഫൈൻ ട്യൂണിങ് എന്ന് എപ്പോഴും കേൾക്കുന്നില്ല ആ പാട്ട്. ഈ ഫൈൻ ട്യൂണിങ് വാക്ക് കുറേ പ്രാവശ്യം ഞങ്ങൾ പറയുന്നുണ്ട്. ആ ഫൈൻ ട്യൂണിങ്ങിൽ സാ വടിയ സാ ആയിരിക്കണം. ചിലപ്പോൾ ഈ സാ മോളി ഒരു 10 മിനിറ്റൊക്കെ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഫൈൻ ട്യൂണിങ് കിട്ടും. ഓരോ അക്ഷരം എടുത്തിട്ട് ഇങ്ങനെ രാഗത്തിൻ്റെ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ആരതിയോ സ്വാഗതമേഖന ഒന്ന് പഠിക്കും നമ്മൾ. ആരതിയോ പൂക്കളോ സ്വാഗതമേകുവാ. ഓ അതല്ലേ ആരതിയോ ആരതിയോ കറക്റ്റ് ആട്ടെ. ആരതിയോ പഠിക്കും. അടുത്ത് ആരതിയോ പൂക്കളോ സ്വാഗതമേകുവാ. അവിടേക്ക് ഫാസ്റ്റ് ആകുന്നുണ്ട് പാടുമ്പോൾ. ഒത്തിരി ഫാസ്റ്റായിട്ട് പോകുന്നതുകൊണ്ട് മോളെ എൻഡിങ് ലാൻഡ് ചെയ്യുന്ന സ്വരം ഉണ്ടല്ലോ, നമ്മൾ നിൽക്കുന്ന സ്വരത്തിൽ കാണില്ലേ ഒരു ശബ്ദം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് മങ്ങി പോവുക. അത് പല സ്ഥലത്തും അങ്ങനെ സംഭവിച്ചിരുന്നു. പിന്നെ എൻഡിനെ നീ കനിയണം എന്നുള്ള ഭാഗം, അങ്ങനെ കുറേ ശ്രുതിയുടെ വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ. ശ്രുതിയുടെ നമ്മൾക്ക് കറക്റ്റ് ചെയ്യാം. നമ്മൾക്ക് നല്ല നല്ല ടാലൻ്റ് ഉള്ളതുകൊണ്ട് നമ്മൾക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ബെസ്റ്റ് വിഷസ്. താങ്ക് യു അച്ഛാ. അൽഫോൺസ് ഏട്ടാ. മരിയ, എന്ത് നല്ലൊരു പാട്ടായിരുന്നു. സെമി ക്ലാസിക്കൽ സോങ് ആണെങ്കിലും ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഡിഫിക്കൽട്ട് എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാൽ നല്ല സൂതിങ് ആയിട്ടുള്ള നല്ല രസമുള്ളൊരു സോങ്ങാണ്. ഹിന്ദോളം ഒരു രാഗത്തിൻ്റെ നല്ലൊരു സുഖമുണ്ട്. ഒരു ചെറിയൊരു വ്യത്യാസം നമ്മളൊന്ന് മനസ്സിലാക്കണം. ഇപ്പം ഒരു ലളിതഗാനം ലൈറ്റ് മ്യൂസിക് പാടുന്നതും കുറച്ച് സെമി ക്ലാസിക്കൽ അല്ലെങ്കിൽ ക്ലാസിക്കൽ പാടുമ്പോഴത്തേക്കും ചില പ്രത്യേകതകൾ നമ്മളൊന്ന് കൊടുക്കേണ്ടതായിട്ടുണ്ടാവും. ഇപ്പോൾ പ്രത്യേകിച്ച് സംഗതികൾ പാടുന്നതിനകത്ത് അത് രണ്ടിലും വ്യത്യാസമുണ്ട്. ഒരു ഹിന്ദുസ്ഥാനി ബേസ് ആണെങ്കിൽ കുറച്ചും കൂടി ഒരു ഉപയോഗിക്കുന്ന രീതി ആയിരിക്കണം എന്നില്ല, ഒരു കർണാട്ടിക് രീതിയിൽ ഉപയോഗിക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഗാംഭീര്യം കൊടുക്കുമായിരിക്കും. മോള് ആദ്യത്തെ ആലാപ് പാടിയപ്പോഴത്തേക്കും മോളിൽ നിന്ന് വന്ന ഭാഗമല്ലേ, ആ ഒരു പോർഷൻ ഒന്ന് പാടാവോ? അവിടെ കുറച്ചും കൂടി ഇത് കൊടുക്കാം.
ഒരു അതിനകത്തൊരു കുറച്ചും കൂടി ഒന്നൊരു കൃത്യത, അപ്പോൾ ആ ഒരു രീതികൾ നമ്മൾ കുറച്ചുകൂടി അവലംബിക്കേണ്ടി വരും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പം ഇങ്ങനത്തെ ഒരു പാട്ട് എടുക്കുമ്പോഴത്തേക്കും നമുക്കറിയാം ഇതൊരു ക്രിസ്ത്യൻ ഡിവോഷനിലാണെങ്കിൽ നമ്മൾ സെമി ക്ലാസിക്കൽ എന്ന് പറഞ്ഞ റൗണ്ടിലാണ് നമ്മൾ പാടുന്നത്. അപ്പോൾ എന്നാ ചെയ്യണം? ഈ രാഗം ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് ആ രാഗത്തിലുള്ള പാട്ടുകൾ ചുമ്മാ ഒന്ന് കേട്ട് നോക്കുക. നമ്മൾ ഫീമെയിൽ വോയിസ് ആണ് പാടുന്നത്. അപ്പം ആ ഫീമെയിൽ വോയിസ് ആയിട്ടുള്ള സിംഗേഴ്സ് ലൈക്ക് ചിത്ര ചേച്ചിയുണ്ട്, സുജാത ചേച്ചി, അങ്ങനെ അവരൊക്കെ പാടിയിട്ടുള്ള ഈ രാഗത്തിലുള്ള പാട്ടുകൾ വെറുതെ ഒന്ന് കേട്ടു നോക്കുക. അവരെങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്, ഈ രാഗത്തിൻ്റെ ഭാവങ്ങളിൽ പാട്ടുകൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നു. നമ്മൾ പക്ക ക്ലാസിക്കലിലേക്ക് പോകണ്ട. ഞാൻ പറഞ്ഞ ഒരു സെമി ക്ലാസിക്കൽ മൂഡിലുള്ള ഫിലിം സോങ് ആവുക എന്തോ ആയിക്കൊള്ളട്ടെ, കേട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എങ്ങനെയൊക്കെയാണ് പാടേണ്ടത്. പിന്നെ ഈ സ്വരങ്ങൾ നേരത്തെ അച്ഛൻ പാടി തന്ന പോലെ നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്തെടുക്കണം ആ സ്വരസ്ഥാനം. അപ്പോൾ സ്പീഡിലുള്ള ഗമകങ്ങൾ വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി അനായാസമായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അതിഥിയായി എന്ന് പറയുന്നൊരു ഭാഗം ഉണ്ടല്ലോ, ഒന്ന് പാടാം ആ ഭാഗം. അതാ ഫാസ്റ്റ് ആ സ്പീഡിൽ പാടിയപ്പോഴത്തേക്കും ഇച്ചിരി പ്രശ്നമുണ്ട്. അപ്പം അത് ആ എടുപ്പില്ല. പിന്നെ അതുപോലെ നീ കനിയേണം അല്ലേ, ആ ഭാഗം ഒന്ന് പാടാമോ? അതും കൂടി ഒന്ന്. തിരുവുൾ കാഴ്ചയേകുവാ നീ കനിയേണം, നീ കനിയേണം. ആ വരുന്ന വരവും പോകുന്ന പോക്കും നമ്മളൊന്ന് കൃത്യമായിട്ടൊരു അടിവരയിട്ട് നമ്മളൊന്ന് പറഞ്ഞു കൊടുക്കണം പാടുമ്പോൾ കേട്ടോ. അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പക്ഷേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും എന്തോ ഒരു സുഖം ഉണ്ടായിരുന്നു കേൾക്കാനായിട്ട്. അതാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു ഗ്രേസ് ഉണ്ടായിരുന്നു പാടിയതിനകത്ത്. അത് നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള ബാക്കി കാര്യങ്ങളും കൂടെ നമ്മൾ ശരിയാക്കണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു അൽഫോൻസേട്ടാ. സിസിലി, മരിയ, എന്തോ മോള് നല്ല സോങ് ആണ് ചൂസ് ചെയ്തത്. മോളുടെ വോയിസ് നല്ല ബ്രൈറ്റ് വോയിസ് ആണ് ആസ് ഓൾവേസ്. അപ്പോൾ അതിന് ഇങ്ങനെ സെമി ക്ലാസിക്കൽ ഇങ്ങനെ ഒരു സോങ് എടുത്തപ്പോൾ കുറച്ചും കൂടെ രസമുണ്ടായിരുന്നു മോളുടെ ശബ്ദത്തിൽ കേൾക്കാനായിട്ട്. എനിക്ക് തോന്നിയ മോളെ ഈ ഒരു സോങ്ങിനെ പറ്റിയാണെങ്കിൽ ഈ സോങ്ങിൽ സോങ് വൈസ് മോൾ ആ പാട്ടിൻ്റെ ഭാഗം നന്നായിട്ട് ഹാൻഡിൽ ചെയ്തു. നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന വെച്ചാൽ ട്യൂണിങ്ങിൻ്റെ പ്രശ്നമുണ്ട്, ശ്രുതിയുടെ ഒരു കൺസിസ്റ്റൻസി മൊത്തം ത്രൂ ഔട്ട് ഉണ്ടെങ്കിൽ പോലും മോളുടെ ആ ശബ്ദം കൊണ്ട് ഈ പാട്ട് നന്നായിട്ട് മോള് പാടി. പക്ഷെ ഇതിൻ്റെ ഒരു ഭംഗി അല്ലെങ്കിൽ ആ ഒരു സെമി ക്ലാസിക്കൽ ഒരു ഫീല് കൊടുക്കുന്നത് ആ ഫസ്റ്റ് ആലാപ് പോർഷനാണ്. അപ്പം അത് നല്ല ബാങ് ഓൺ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ മോൾക്ക് ഈ പാട്ട് ഇതിലും നന്നായിട്ട് വന്നേനെ. പക്ഷെ ആ ഹമ്മിങ് തുടങ്ങിയപ്പോൾ തന്നെ മോള് സ്റ്റഡി അല്ലായിരുന്നു. ത്രൂ ഔട്ട് ആ പല നോട്ടുകളും മാറി മാറി മാറി. പിന്നെ ഈ ആലാപ് പാടുമ്പോൾ മോള് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിനൊരു താളമൊന്നും ഇല്ലല്ലോ, നിങ്ങൾക്ക് സമയം എടുത്ത് പാടാം, റിലാക്സ് ചെയ്ത് പാടാം. അപ്പം ആദ്യം എൻ്റെ ശ്രുതി കേട്ട് നന്നായിട്ട് അതിലോട്ട് വന്നിട്ട് ഇപ്പം അച്ഛൻ പറഞ്ഞ പോലെ ആരോഹണം അവരോഹണം ഒന്ന് പാടി നോക്കാം, മനസ്സിലെങ്കിലും ഒന്ന് പാടി നോക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ്. അത് കഴിഞ്ഞിട്ട് പതുക്കെ റിലാക്സ് ചെയ്ത് തുടങ്ങിയാൽ മതി. അതിൽ ഓരോ ഭാഗം ആ ആലാപ് കഴിഞ്ഞിട്ടും മോള് സമയം എടുത്തോളും, ശ്വാസം എടുത്ത്. അതുപോലെ എൻഡ് ചെയ്യുന്നതും ഓരോ നോട്ടിൽ കൊണ്ടെത്തിയിട്ട് അത് കുറച്ച് നേരം സസ്റ്റെയിൻ ചെയ്യാം. അപ്പം നമുക്ക് അറിയാൻ പറ്റും ലൈക്ക് ഞാൻ ഷുവർ ആണ് ഇതാണ് എൻ്റെ നോട്ട്, ഞാൻ ഇതാണ് പാടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെ നമുക്ക് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എവിടെയും ഒരു സംശയമുണ്ട് മൊത്തത്തിൽ, ഞാൻ ഇത് തന്നെയാണോ അല്ലെങ്കിൽ അത് പെട്ടെന്ന് അടുത്തയിലോട്ട് പോവാം, അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു ത്രൂ ഔട്ട്. അപ്പോൾ ആലാപാണ് ഈ ഒരു പാട്ടിന് മൊത്തത്തിലൊരു പ്രശ്നം ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് പാട്ടിലോട്ട് വരുമ്പോൾ ത്രൂ ഔട്ട് തോന്നിയ ഫൈൻ ട്യൂണിങ് അല്ലാതെ വേറൊരു കാര്യം തോന്നിയത്, ഈ വാക്കുകൾ പറഞ്ഞ പ്രൊനൗൺസിയേഷൻ മോൾ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തു. പക്ഷെ എൻഡിങ്സ്, അതായത് സ്നേഹിതനായി, അതിഥി, അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. സ്നേഹിതനായി എന്ന് വരെ വരുന്നില്ല, സ്നേഹിതനാ, ഏകുവാ, കാഴ്ച ഏകുവ, ഇന്നാണോ അവസാനം വരുന്ന, ഏകുവാനായി എന്നുണ്ടോ നമുക്ക് ക്ലിയർ ആവുന്നില്ല. അപ്പോൾ ഒരു മൊത്തത്തിൽ ഒരു പെർഫെക്ഷൻ കുറവ് തോന്നും അവിടെ. എല്ലാ ലൈൻസും ഞാൻ ത്രൂ ഔട്ട് എഴുതി വെച്ചിരിക്കുന്നത്, എല്ലാത്തിനകത്ത് ഏകുവാൻ ഒരുപാട് പ്രാവശ്യം വരുന്നുണ്ട്. അപ്പോൾ ഏകുവാ വരെ കേൾക്കുന്നുള്ളൂ. ഫൈൻ ട്യൂണിങ്ങും ഈ വാക്കുകൾ എൻഡ് ചെയ്യുന്നതും നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സിസിലി. മരിയ, എന്തോ അപ്പോൾ ചില കാര്യങ്ങളിൽ മരിയ കഴിഞ്ഞ റൗണ്ടിൽ നിന്ന് പറഞ്ഞ കറക്ഷൻസ് ഒക്കെ ക്ലിയർ ചെയ്ത് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് അല്ലേ, പ്രൊനൗൺസിയേഷൻ പിന്നെ ബാക്കിയെല്ലാ കാര്യങ്ങളും നോക്കി. പക്ഷേ വീണ്ടും ഈ ഫൈൻ ട്യൂണിങ് എന്ന് പറയുന്നത് വീണ്ടും കുറച്ച് കറക്ഷൻസ്
ജഡ്ജസ് പറഞ്ഞു തന്നു. അതുകൂടി ക്ലിയർ ചെയ്തിട്ട് വേണം നെക്സ്റ്റ് റൗണ്ട് വരാൻ. എന്തൊക്കെയാണെങ്കിലും നമുക്ക് മാർക്സ് ചോദിക്കാം. ഉർലിയാനിക്ക് ലച്ച, ഔട്ട് ഓഫ് 10? 7.5 out of 10. Alfonseta? 7 out of 10. Cicely? 7.5 out of 10. And Mariയുടെ സെമി ക്ലാസിക്കൽ റൗണ്ടിൻ്റെ ടോട്ടൽ സ്കോർ 22 out of 30. കുഴപ്പമില്ല, നല്ല സ്കോറാണ്. പക്ഷേ മരിയയിൽ നിന്നും ഇതിൽ കൂടുതൽ ഞങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് വേണ്ടിയ കറക്ഷൻസ് ഒക്കെ ജഡ്ജസ് ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നു. ഓഫ് കോഴ്സ് മരിയക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെന്നും പറഞ്ഞു. അപ്പോൾ ആ ഇമ്പ്രൂവ്മെൻറ്റ് കീപ്പപ്പ് ചെയ്യുക. ഇനിയും നല്ല പെർഫോമൻസുമായിട്ട് അടുത്ത റൗണ്ടിൽ തിരിച്ചു വരിക. Okay, Maria, congratulations and all the best. Thank you. Voice of Goodness, Season 2. വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 2 ജൂനിയറിന്റെ ഇന്നത്തെ എപ്പിസോഡിലെ അടുത്ത പെർഫോമൻസിനായി ഞാൻ സ്വാഗതം ചെയ്യുന്നു ജെയ്ഡൻ ഫിലിപ്പ്. ജെയ്ഡൻ കുട്ടാ, എന്തോ എന്നാ ഉണ്ട് വിശേഷം? നല്ല വിശേഷം. ഏത് പാട്ടാ ഇന്ന് പാടുന്നത്? ഇന്ന് ഫിലിം സോങ് റൗണ്ടിൽ വിശ്വം കാക്കുന്ന നാഥ എന്ന പാട്ടാണ്. വിശ്വം കാക്കുന്ന നാഥ വളരെ ഫേമസ് ആയിട്ടുള്ള പാട്ടാണ്. ഇതിനു മുമ്പ് പാടിയിട്ടുണ്ടോ ഈ പാട്ട്? അല്ല ഇതിനു വേണ്ടി പഠിച്ചാണോ? ഇതിനു വേണ്ടി പഠിച്ചു. ഇതിനു വേണ്ടി പഠിച്ചാണ്. അമ്മയാണോ പഠിപ്പിച്ചതന്നെ? അല്ല, സജി സാർ സാറാണ് പഠിപ്പിച്ചതന്നല്ലേ ഇന്ന്? ബാക്കി എല്ലാം പ്രാക്ടീസ് ചെയ്തോ? പ്രാക്ടീസ് പ്രൊനൗൺസ് ചെയ്യാനൊക്കെ പഠിച്ചു. മിടുക്കനായിട്ടാണ് വന്നേക്കുന്നത്. അതെ. ഓക്കെ, അപ്പം നന്നായി പ്രാക്ടീസ് ചെയ്ത് പഠിച്ചു. നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ചിരിച്ച് ഹാപ്പി ആയിട്ട് പാടില്ലേ? അതെ. അതെ. അപ്പോൾ നമുക്കിനി പാട്ടിലേക്ക് പോവാം. അപ്പോൾ ജെയ്ഡൻ പ്രാക്ടീസ് ചെയ്ത പോലെ നന്നായിട്ട് പ്രാർത്ഥിച്ച് പാടണം. ഓക്കെ ജെയ്ഡൻ, ഓൾ ദി ബെസ്റ്റ്. വിശ്വം കാക്കുന്ന നാഥ, വിശ്വൈകനായക, ആത്മാവിലെരിയുന്ന തീയണയ്ക്കൂ, നിന്നാത്മചൈതന്യം നിറയ്ക്കൂ, ആത്മചൈതന്യം നിറയ്ക്കൂ. വിശ്വം കാക്കുന്ന നാഥ. ഇടയൻ കൈവിട്ട കുഞ്ഞാടുകൾ ഇരുളിൽ കൈത്തിരി തിരയുമ്പോൾ, ഇടയൻ കൈവിട്ട കുഞ്ഞാടുകൾ ഇരുളിൽ കൈത്തിരി തിരയുമ്പോൾ, ആരുമില്ലാത്തവർക്ക് അഭയം നൽകും കാരുണ്യമെന്നിൽ ചൊരിയണമേ, കാരുണ്യമെന്നിൽ ചൊരിയണമേ. വിശ്വം കാക്കുന്ന നാഥ, വിശ്വൈകനായക, ആത്മാവിലെരിയുന്ന തീയണയ്ക്കൂ, നിന്നാത്മചൈതന്യം നിറയ്ക്കൂ, ആത്മചൈതന്യം നിറയ്ക്കൂ. വിശ്വം കാക്കുന്ന നാഥ.
അകലാതെ അകലുന്നു സ്നേഹാംബരം, നീ അറിയാതെ പോകുന്നു എന്നൊമ്പരം. അകലാതെ അകലുന്നു സ്നേഹാംബരം, നീ അറിയാതെ പോകുന്നു എന്നൊമ്പരം. അന്യനാണെങ്കിലും എൻ്റെ ഈ കണ്ണുനീർ, അന്യനാണെങ്കിലും എൻ്റെ ഈ കണ്ണുനീർ ധന്യമായി തീരട്ടെ നിൻ വീതിയിൽ, ധന്യമായി തീരട്ടെ നിൻ വീതിയിൽ. വിശ്വം കാക്കുന്ന നാഥാ, വിശ്വൈകനായക, ആത്മാവിലെരിയുന്ന തീയണയ്ക്കൂ, നിന്നാത്മചൈതന്യം നിറയ്ക്കൂ, ആത്മചൈതന്യം നിറയ്ക്കൂ. വിശ്വം കാക്കുന്ന നാഥാ. ജെയ്ഡൻ, എന്തോ നല്ല പാട്ടായിരുന്നു കേട്ടോ. കുറച്ച് സ്ട്രെയിൻ ഉണ്ടായിരുന്നോ പാടിയപ്പോ? ഇടയ്ക്ക് സ്ട്രെയിൻ ഉണ്ടായിരുന്നു. ആണോ? തൊണ്ട എങ്ങനെയാ? ഈ ക്ലൈമറ്റിന്റെ ആണോ ഇച്ചിരി സ്ട്രെയിൻ വന്നേ? ടോൺസിൽ ഇൻഫെക്ഷൻ ഉണ്ട്. ഉണ്ടായിരുന്നു. ഇപ്പൊ ഓക്കെ ആയോ? അതിൽ ചെറിയൊരിത് ബാക്കി കിടപ്പുണ്ടല്ലേ? അതെ. ഞങ്ങള് പ്രേക്ഷകർ എന്ന നിലയിൽ കേട്ടപ്പോൾ ഞങ്ങള് ഒത്തിരി എൻജോയ് ചെയ്തു. പക്ഷെ ഇതിന്റെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ, കറക്ഷൻസ് ഉണ്ടോ എന്നൊക്കെ നമുക്ക് ജഡ്ജസിനോട് തന്നെ ചോദിക്കാം. ജെയ്ഡൻ സാധാരണ ജെയ്ഡൻ തന്നെയാ ജഡ്ജസിനോട് ചോദിക്കുന്നത്. അപ്പൊ ഇന്നും ആരോടാ ചോദിക്കണത്? ചോദിച്ചോ. ആൽഫോൺസ് ഏട്ടൻ. അൽഫോൺസ് ഏട്ടൻ. ജെയ്ഡൻ മോനെ സുഖാണോ? സുഖം. സുഖമായിരിക്കുന്നു അല്ലേ? മോൻ്റെ പാട്ട് നന്നായിരുന്നു. മോൻ്റെ ഒരു ഫീലിംഗിൽ, ഒരു രീതിയിലാണ് എക്സ്പ്രസ് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ എങ്കിലും അതിനകത്ത് കുറച്ച് സംഭവങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. മോന് മനസ്സിലായി കാണും അല്ലേ, ചില ഏരിയകളിലൊക്കെ ഉണ്ടായ പ്രശ്നങ്ങൾ. ഒന്ന്, മോന ഫസ്റ്റിലത്തെ വിശ്വം എടുത്തപ്പോൾ അത് കറക്റ്റായിട്ട് വന്നു. പക്ഷെ അത് കഴിഞ്ഞ് നാഥ എന്ന് പറയുന്നിടത്ത് ഒരു സംഗതിയുടെ കുറച്ച് അതൊന്നും കൂടി കറക്റ്റായിട്ട് പാടാമെന്ന് എനിക്ക് തോന്നി. മോന് പാടാൻ പറ്റും, പ്രാക്ടീസ് ചെയ്തെടുത്താൽ മതി. കുഴപ്പമില്ല. അതുപോലെ തന്നെ എന്നൊമ്പരം എന്ന് പറഞ്ഞ ശരണത്തിലാണെന്ന് തോന്നുന്നു, ഭാഗത്ത് പാടുമ്പോഴത്തേക്കും താളത്തിൽ നിന്ന് കുറച്ചിങ്ങനെ ഒരു ചെറിയൊരു താളത്തിലേക്ക് എത്താനൊരു ഡിഫിക്കൽട്ടി ഉള്ള പോലെ പറഞ്ഞ് മനസ്സിലായ കൃത്യം ടൈമിങ്ങിൽ വരാതെ കുറച്ചൊന്ന് ലാഗ് ചെയ്ത് പാടാനുള്ള ടെൻഡൻസി ചില ഭാഗങ്ങളിൽ. ചില സ്ഥലത്തൊക്കെ അത് രസം ഉണ്ടാവും, പക്ഷേ അത് ഇടയ്ക്കിടയ്ക്ക് ആവർത്തിച്ച് വരുമ്പോഴത്തേക്കും അതിനൊരു കേൾക്കാനൊരു സുഖമില്ലായ്മ ഉണ്ടാവും. പക്ഷെ മോൻ്റെ ആ ഒരു പാടുന്ന എക്സ്പ്രഷനും മുഖഭാവവും ആ നിൽപ്പും എല്ലാം നല്ല ഒരു സുഖമുണ്ടായിരുന്നു. മോൻ്റെ ആ നിഷ്കളങ്കത ആ പാട്ടിൽ ഉടനീളം ഉണ്ടായിരുന്നു. എങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം അല്ലേ, നമ്മൾ പാട്ട് മോനെ ഇനി വളരുമല്ലേ, വളർന്ന് വലിയ സിംഗറായി തീരുമ്പോഴത്തേക്കും ആ പെർഫെക്ഷനിലേക്ക് വളരണ്ടേ അല്ലേ? എന്തായാലും ഞങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലസ് യു. താങ്ക് യു അൽഫോൺസ് ചേട്ടാ. ഇനി ആരോട് ചോദിക്കണം? ആന്റീന അച്ഛൻ. മോൻ്റെ പാട്ട് നല്ല പാട്ടാണ് മോൻ സെലക്ട് ചെയ്തത്. സിനിമ പാട്ടാണല്ലേ, ഫിലിം സോങ് ആണ്. ആരാ മോനെ എൻ്റെ മ്യൂസിക് ചെയ്ത ആരേ പാട്ട്? അറിയത്തില്ല. ജോൺസൺ മാസ്റ്ററാണ് കേട്ടോ. ജോൺസൺ മരിച്ചുപോയി. ജോൺസൺ എണ്ണമറ്റ നല്ല മെലഡീസ് നമുക്ക് നൽകിയ ഒരു സംഗീത സംവിധായകനാണ് ജോൺസൺ മാസ്റ്റർ. കൈതപ്പത്തിൻ്റെ രചന, നല്ലൊരു പാട്ടാണിത്. മോൻ്റെ സ്റ്റൈലും മോൻ്റെ ആ കുട്ടിത്വം എല്ലാം ചേർത്തൊരു പാട്ടാണ് മോൻ പാടിയത്. തെറ്റൊന്നുമില്ല അതിനകത്ത്. പിന്നെ മോൻ ആദ്യം പാടിയ പാട്ട് ഏതാ ഇവിടെ വന്നിട്ട് ഈ റൗണ്ട്സിൽ? ഫേവറേറ്റ് റൗണ്ടിലെ ഈശോ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഈശോ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അന്ന് മോൻ പാടിയതിനേക്കാളും ബുദ്ധിമുട്ടാണ് ഇന്ന് മോന് പാടാനായിട്ട്. ഒരു പാട്ട് പാടാൻ, ഏതെങ്കിലും പാട്ട്. മോൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? ത്രോട്ടിന് പെയിൻ വരുന്നു, വിഷമം വരുന്നു? അതിനെക്കാളും ഒന്നുമില്ല. വരുന്നില്ലേ? പക്ഷെ അന്നത്തേക്കാളും മോൻ പാടുമ്പോൾ ഉള്ള ഈ ഭാഗമുണ്ടല്ലോ, ഈ ഇവിടെയൊക്കെ വെയിൻസ്, യു ആർ കറക്റ്റ്. വെയിൻസ് കൂടുതൽ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് വരുന്നുണ്ട്.
അതിൻ്റെ അർത്ഥം എന്താ, മോൻ്റെ വോയിസ് പയ്യെ ചേഞ്ച് ചെയ്ത സമയമാകാം ചിലപ്പോൾ, അല്ലെങ്കിൽ മോൻ്റെ വോയിസിലുള്ള എന്തെങ്കിലും ഒരു ചെറിയ കുറവാകാം. അതുകൊണ്ട് അത് മോൻ ഒത്തിരി ഹൈ പിച്ചിലുള്ള പാട്ടുകൾ പാടി ഇനിയും പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇത് ശ്രദ്ധിക്കണം കേട്ടോ. അത് ചെയ്യുമ്പോൾ കുറച്ച് നാൾ ചിലപ്പോൾ പാടാണ്ടിരിക്കേണ്ടി വരും, ചിലപ്പോൾ ഹൈ പിച്ചിലേക്ക് പാടുന്ന പാട്ട്. അതുകൊണ്ടാണ് മോൻ്റെ പലയിടത്തും ഈ പിച്ച് ശ്രുതി ഒക്കെ ചിലയിടത്തൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്നല്ലോ, അത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. അനുപല്ലവി നല്ല ഗുഡ് എന്ന് എഴുതിയിട്ടുണ്ട്, വെരി ഗുഡ്. അനുപല്ലവി പാടിയത് നല്ല ഗുഡായിരുന്നു. മോൻ ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങൾ മാതാപിതാക്കന്മാരുണ്ടെങ്കിലേ ഈ അവൻ്റെ ത്രോട്ടിൻ്റെ നോക്കണം കേട്ടോ. ഓക്കെ മോനെ, ഗുഡ്, ട്രൈ അഗൈൻ. താങ്ക് യു അച്ഛാ. നീ സിസിലി ചേച്ചി. ജയ്ഡൻ കുട്ടാ, എന്തോ ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് കേട്ടോ മോൻ്റെ സംസാരത്തിൽ, ആ നിൽപ്പിലൊക്കെ തന്നെ ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. താങ്ക് യു. കുറച്ചാൾ മുമ്പ് വരെ കഴിഞ്ഞ റൗണ്ടുകളിലൊക്കെ അതെ 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 ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ കുറച്ചും കൂടെ സംസാരിക്കാനൊക്കെ തുടങ്ങി. ഇപ്പൊ രണ്ടും കൽപ്പിച്ചുള്ളൊരു വരവാന്ന് തോന്നുന്നല്ലോ ജയ്ഡൻ കുട്ടനെ കണ്ടിട്ട്. അങ്ങനെ തന്നെ വേണം കേട്ടോ. ഓരോ റൗണ്ട്സ് ചെയ്യുമ്പോൾ ഇമ്പ്രൂവ് ചെയ്ത് വരണം. പക്ഷേ മൈക്ക് പൊസിഷനിങ് താഴോട്ട് പോകുന്നുണ്ട്. അത് മോന് നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇടയ്ക്ക് ഇങ്ങനെ പിടിക്കും, പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ താഴോട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അമ്മയും അച്ഛയും കറക്ഷൻ പറയാറുണ്ട് വീട്ടിൽ. മൈക്ക് പിടിക്കുന്നതൊക്കെ പറഞ്ഞു തരാറുണ്ടോ? ഓക്കെ. മൈക്കിന് വെയിറ്റ് കൂടുതൽ വല്ല ആണോ ഇങ്ങനെ താഴോട്ട് പോണേ? അല്ല അല്ല ഇല്ല. ഓക്കെ. ഞാനെന്തേ അച്ഛൻ പറഞ്ഞ സെയിം തിങ് തന്നെ എഴുതി വെച്ചത്, ജെയ്ഡൻസ് വേർഷൻ ഓഫ് വിശ്വം കാക്കുന്ന നാഥ. നമ്മുടെ എന്താ പറയുക, ദാസേട്ടൻ പാടിയ വേർഷൻ അത് വേറെ, മോൻ പാടിയപ്പോൾ അത് മോൻ്റെ വേർഷൻ ഓഫ് ഒരു പാട്ടാക്കി. കാരണം ഒരുപാട് സ്ഥലങ്ങൾ മോൻ ആ ഒരു ക്യൂട്ട്നെസ് ആഡ് ചെയ്ത് എന്താ പറയുക, പല സ്ഥലത്തും ഞാനിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. തുടക്കം ഒന്ന് പാടിക്കേ, വിശ്വം കാക്കുന്ന നാഥ. വിശ്വം കാക്കുന്ന നാഥ, വിശ്വം കാക്കുന്ന നാഥ, വിശ്വം കാക്കുന്ന നാഥ, വിശ്വം 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 കാക്കുന്ന നാഥ. കാക്കുന്ന നോട്ട് വേറെയാണ്. പക്ഷെ അത് മോൻ എല്ലാ സ്ഥലത്തും ആത്മാവിലെരിയുന്ന തീ അണയ്ക്കൂ, ഇനി നിറയ്ക്കൂ എന്നൊരു സ്ഥലം വരുന്നില്ലേ, ആത്മാവിലെരിയുന്ന തീ അണയ്ക്കൂ, അത് കഴിഞ്ഞിട്ട് നിന്നാത്മചൈതന്യം നിറയ്ക്കൂ. അതുണ്ടോ? ശരിക്കും ഉണ്ടോ? അത് അത്രയും അങ്ങനെ ഇല്ലല്ലോ. ചൈതന്യം നിറയ്ക്കൂ, ആത്മചൈതന്യം നിറയ്ക്കൂ. പക്ഷെ മോൻ പാടുന്ന എല്ലാ സ്ഥലത്തും ആ ഒരു എന്താ പറയുക, ഒരു ക്യൂട്ട്നെസ്, അത് ജെയ്ഡൻ്റെ ഒരു വേർഷനായിട്ടാണ് ഞങ്ങൾ അതിനെ കാണുന്നത് കേട്ടോ. അതുകൊണ്ട് അത്രയും കാര്യങ്ങളൊന്നും ഒരുപാട് പറയുന്നില്ല. ഒരുപാട് സ്ഥലത്ത് അങ്ങനെ മോൻ്റെ ഒരു വേർഷൻ വന്നിട്ടുണ്ട് ഈ സോങ്ങിൽ. പക്ഷേ ജെയ്ഡൻ കുട്ടൻ എന്താ പറയുക, ഇതൊക്കെ തരണം ചെയ്ത് നമുക്ക് കോമ്പറ്റീഷനിൽ ഒരുപാട് കുട്ടികളുണ്ട്, അപ്പോൾ അവരുടെയൊക്കെ കൂടെ നിൽക്കണം. ഇനി ഒരുപാട് റൗണ്ട്സ് പാടണം കേട്ടോ. അതൊക്കെ കേൾക്കാൻ ഞങ്ങളിവിടെ ഉണ്ടാവും. അപ്പോൾ എനിക്ക് ജെയ്ഡനോട് പറയാനുള്ളത്, ഇതൊക്കെ ഓവർകം ചെയ്ത് മോൻ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്ത് വരണം കേട്ടോ. ഓക്കെ മോനെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സിസിലി. ജയ്ഡൻ, കറക്ഷൻസ് ഒക്കെ മനസ്സിലായോ? മനസ്സിലായി. പിന്നെ എന്താ വേണ്ടേ? മാർക്ക് വേണോ? വേണം. ഉറപ്പാണോ? ഷുവറായിട്ട് വേണം. ഷുവറായിട്ട് വേണം. എന്നാ ചോദിക്കാം നമുക്ക്. അൽഫോൺസേട്ടാ, ജയ്ഡൻ കുട്ടൻ്റെ ഇന്നത്തെ പാട്ടിനുള്ള മാർക്ക്. Seven out of 10. ഉരുളിയനിക്ക് വെച്ച 7 again out of 10. Cicely. Again, and the total is 21 out of 30. നല്ല സ്കോറാണ്. അപ്പം ജയ്ഡൻ നന്നായിട്ട് സംസാരിക്കാനൊക്കെ പഠിച്ചു. നേരത്തെ പറഞ്ഞ അതേ ഒന്നും ഇപ്പം ഇല്ല. ഇപ്പം എല്ലാത്തിനും നല്ല ആൻസേഴ്സ് ഒക്കെ പറയുന്നുണ്ട്. നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. സ്റ്റേജിൽ മൊത്തത്തിൽ നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് ജയ്ഡൻ കാണിക്കുന്നുണ്ട്. അപ്പം അതൊക്കെ കീപ്പപ്പ് ചെയ്ത് വേണം മുന്നോട്ട് പോകാൻ. നെക്സ്റ്റ് റൗണ്ട് ഉറപ്പല്ലേ? ഉറപ്പായിട്ടും നല്ല പെർഫോമൻസ് ആയിട്ട് ജയ്ഡൻ തിരിച്ചു വരും. കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് ഓൾ ദി ബെസ്റ്റ് വിഷസ് ഫോർ ദി നെക്സ്റ്റ് പെർഫോമൻസസ്. താങ്ക് യു ജയ്ഡൻ. Voice of Goodness, Season 2. വോയിസ്
വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 2 ജൂനിയറിന്റെ ഇന്നത്തെ എപ്പിസോഡിലെ ഫൈനൽ പെർഫോമൻസിനായി ഞാൻ സ്വാഗതം ചെയ്യുന്നു കാതറിൻ ലിജു. കാതറിൻ, ഇന്ന് ഏത് റൗണ്ടാ പാടുന്നത്? ഫേവറേറ്റ് റൗണ്ട് ആണ്. ഏതാണ് ഫേവറേറ്റ് സോങ് സെലക്ട് ചെയ്തിരിക്കുന്നത്? മനസ്സിൽ ദേവാലയം പണിയും. പ്രാക്ടീസ് ചെയ്തോ? ഈ സ്റ്റേജിൽ വന്ന് നിന്ന് പ്രാർത്ഥിക്കുക, നമ്മുടെ കഴിവുകളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ബെറ്റർ പെർഫോമൻസസ് ചെയ്യാൻ സാധിക്കും ഈ സ്റ്റേജിൽ. അപ്പോൾ ഫേവറേറ്റ് സോങ് നന്നായി പഠിച്ചതുപോലെ തന്നെ പാടാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ് കാതറിൻ. മനസ്സിൽ ദേവാലയം പണിയൂ, അത് മലിനമാകാതനുദിനം കാക്കൂ. ഹൃദയഗോപുരവാതിൽ നീ തുറക്കൂ, അതിലധിപനായി വരും ഈശ്വരൻ നിത്യം. മനസ്സിൽ ദേവാലയം പണിയൂ, അത് മലിനമാകാതനുദിനം കാക്കൂ. ഹൃദയഗോപുരവാതിൽ നീ തുറക്കൂ, അതിലധിപനായി വരും ഈശ്വരൻ നിത്യം. മനസ്സിൽ ദേവാലയം പണിയൂ. സഹനസാനു കടന്നു ഭൂവിൽ മനുജരക്ഷയ്ക്കായി സദയമാരി ചൊരിഞ്ഞു ശ്രീയേശു. സഹനസാനു കടന്നു ഭൂവിൽ മനുജരക്ഷയ്ക്കായി സദയമാരി ചൊരിഞ്ഞു ശ്രീയേശു. തവ പിതാവിൻ ഹിതമതെല്ലാം സമുചിതം കൈക്കൊണ്ടപ്പോൾ, തവ പിതാവിൻ ഹിതമതെല്ലാം സമുചിതം കൈക്കൊണ്ടപ്പോൾ, ഏറ്റുവാങ്ങുക നാം മനസ്സാൽ യേശു തൻ രാജ്യം. ഏറ്റുവാങ്ങുക നാം മനസ്സാൽ യേശു തൻ രാജ്യം. മനസ്സിൽ ദേവാലയം പണിയൂ. സ്നിഗ്ധ സ്നേഹ സുഗന്ധമൂലം വിശ്വസൂനത്തെ നഗ്നമാനസമോടെ തേടിയിടൂ. സ്നിഗ്ധ സ്നേഹ സുഗന്ധമൂലം വിശ്വസൂനത്തെ നഗ്നമാനസമോടെ തേടിയിടൂ. കുരിശു പേറിയ മാത്രയും
നിത്യം മനസ്സിൽ ദേവാലയം പണിയൂ. കാതറിൻ, എന്തോ ഫേവറേറ്റ് സോങ് എങ്ങനെ പാടി? ചെറിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ, നല്ല പാട്ടാണ്. ഇത് ഏത് കാസറ്റിലെ പാട്ടാണോ? ദിവ്യാഞ്ജലി എന്ന് പറഞ്ഞ കേസറ്റിലെ കാസറ്റിലെയാണ്. മ്യൂസിക് ഡയറക്റ്റ് ചെയ്തത് സലീം സാർ, എന്നെ പഠിപ്പിക്കുന്ന സാറാണ്. പഠിപ്പിക്കുന്ന സാറാണ്. ഓക്കെ. അപ്പോൾ സാറപ്പം ട്യൂൺ ചെയ്ത് പാട്ടാണ്. അതാണ് ഇന്ന് കാതറിൻ പാടി. അപ്പോൾ സാറാണോ ട്രെയിൻ ചെയ്തത് ഈ പാട്ടെല്ലാം? പറഞ്ഞു തന്നു, പഠിപ്പിച്ചു അല്ലേ? ഇനിയിപ്പോൾ കാതറിൻ പറയുന്നു കുറച്ച് കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന്. പക്ഷെ നമുക്കത് ഉണ്ടോ ഇല്ലേ എന്ന് ജഡ്ജസിനോട് തന്നെ ചോദിക്കണം. ചിലപ്പോൾ ഉണ്ടായി കാണത്തില്ലായിരിക്കും. നമുക്ക് ആദ്യം തന്നെ ചോദിക്കാം. സിസിലി, കാതറിൻ, എന്തോ നല്ല സോങ് ആണ്, നല്ല സെലക്ഷൻ. സ്പെഷ്യലി ഇത് കമ്പോസ് ചെയ്ത ആള് അത് പഠിപ്പിച്ചു തരുമ്പോൾ അതിനൊരു ഡിഫറൻസ് ഉണ്ട്. കാരണം അതിൻ്റെ എല്ലാ മൈന്യൂട്ട് കാര്യങ്ങളും പറഞ്ഞു തന്ന് അതിൻ്റെ ഫീല് പറഞ്ഞു തന്ന് നമ്മൾ മ്യൂസിക് ഡയറക്ടറിൻ്റെ കയ്യിൽ നിന്ന് നേരിട്ട് ആ പാട്ട് പഠിക്കുന്നത് തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അതുണ്ടായിരുന്നു മോളുടെ പാട്ടിൽ. ഇതിൽ മോൾക്ക് വന്നിരിക്കുന്നൊരു ഇതെനിക്ക് തോന്നിയത് ഒരു 2 കാര്യങ്ങളാണ്. ഒന്നാമത്തത്, മോള് പാടുമ്പോൾ ഇച്ചിരിയും കൂടി ഒന്ന് ഓപ്പൺ ആയിട്ട് പാടാൻ ഇനി ശ്രമിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ത്രൂ ഔട്ട് ഇപ്പം നമ്മൾ ഹെഡ്ഫോൺസ് വെച്ച് കേൾക്കുമ്പോൾ ഇറ്റ്സ് ഫൈൻ, നമുക്ക് മോളുടെ എല്ലാ കാര്യങ്ങളും കേൾക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ സാധാരണ ഒരു പ്രേക്ഷകൻ കേൾക്കുമ്പോൾ കുറച്ചൊന്ന് മോള് കൺഫൈൻഡ് ആയിട്ടാണ് പാടുന്നത്. എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ റഫായിട്ട് പാടില്ലേ, മനസ്സ് ദേവാലയം, അങ്ങനെ നമ്മൾ ഉള്ളിൽ പാടില്ലേ, അതല്ലാതെ കുറച്ചും കൂടി ഓപ്പൺ ആയിട്ട് നമ്മളിപ്പോൾ ആർക്കറിയാം, ചിലപ്പോൾ നമുക്ക് ദൈവം എന്താണ് നമ്മുടെ തലയിൽ വെച്ചിരിക്കുന്നതല്ല. അപ്പം നമ്മൾ ചിലപ്പോൾ സ്റ്റേജിലൊക്കെ പാടുമ്പോൾ ഇത്രയും ഒരു ലക്ഷക്കണക്കിന് ആൾക്കാരുടെ മുമ്പിൽ എപ്പോഴും പാടുമ്പോൾ നമ്മൾ ഒരു വലിയ സ്റ്റേജിൽ ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാർ, അപ്പോൾ അതിൽ ഏറ്റവും അവസാനം ഇരിക്കുന്ന ആൾക്ക് വരെ നമ്മുടെ വോയിസും നമ്മൾ പറയുന്ന വാക്കുകളും എല്ലാം കേൾക്കണം കൃത്യമായിട്ട്. മൈക്ക് അല്ലെങ്കിൽ എൻ്റെ സൗണ്ട് എഞ്ചിനീയറിനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു പരിധിയുണ്ട്. അപ്പോൾ നമ്മൾ നല്ല എനർജറ്റിക് ആയിട്ട് പാടിയാലേ അതെല്ലാവർക്കും കേൾക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ എത്ര നന്നായിട്ട് പാടിയാലും ആൾക്കാരത് കേട്ടില്ലെങ്കിൽ അതുകൊണ്ടൊരു കാര്യമില്ലല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു മോള് കുറച്ചും കൂടി ഒന്ന് എനർജറ്റിക് ആയിട്ട് പാടാൻ ശ്രമിക്കണം കേട്ടോ. നമ്മൾ കുറച്ചും കൂടി ഓപ്പൺ ത്രോട്ടിൽ അത് പാടി ആ ഒരു ഇതിൽ വരുള്ളൂ. അപ്പോൾ എനിക്കറിയാം മോളുടെ ഇപ്പോൾ ഒരു കൺഫൈൻഡ് സിംഗിങ്, പള്ളി പാട്ട്, സ്കൂള്, ആ ഒരു കൺഫൈൻഡ് രീതിയിൽ. അപ്പോൾ അതിൽ നിന്നൊന്ന് പുറത്തോട്ട് വരണം. അപ്പോൾ ഇതൊരു നല്ല പ്ലാറ്റ്ഫോമാണ് മോൾക്ക്, നല്ലൊരു ഒരു ഓപ്പണിംഗ് ആണ്. പിന്നെ എനിക്ക് ത്രൂ ഔട്ട് തോന്നിയ രണ്ടാമത്തെ ഒരു കാര്യം ട്യൂണിങ് ആണ്. പലയിടത്തും ശ്രുതിയുടെ ഒരു പ്രശ്നം ഇല്ലായിരുന്നെങ്കിൽ നന്നായിട്ട് ഈ പാട്ട് മോൾക്ക് പെർഫോം ചെയ്യാൻ പറ്റിയേനെ. പല സ്ഥലത്തും ഇങ്ങനെ ത്രൂ ഔട്ട് ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസി ഇല്ലാതെ വന്നിട്ടുണ്ടായിരുന്നു. അനുദിനം കാക്കൂ, തുറക്കൂ, ദേവാലയം, അധിപനായി വരും അല്ലേ, അതെല്ലാ പോർഷനും എനിക്ക് ട്യൂണിംഗ് മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ എല്ലാ സ്ഥലത്തും. പക്ഷേ അനുപലവിയിൽ തവപിതാവിൻ, ഫസ്റ്റ് ടൈം തവപിതാവിൻ, അത് നന്നായിട്ട് വന്നിരുന്നു കേട്ടോ. ആ പോർഷൻ നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. പിന്നെ ചരണം എങ്ങനെയാണ് മോളെ തുടങ്ങുന്നത്? സ്നിഗ്ധ സ്നേഹം, അത് തുടങ്ങിയത് കറക്റ്റായിട്ട് വന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ കുരിശുപേറി നന്നായിട്ട് വന്നു ഫസ്റ്റ് ടൈം പാടിയത്. സെക്കൻഡ് ടൈം പാടിയപ്പോഴത്തേക്കിനും കൈവിട്ടു പോയി. എസ്പെഷ്യലി ഹൈ നോട്ട്സ് പാടുമ്പം ഇച്ചിരി ഒതുക്കി പാടുന്നതിൻ്റെതായൊരു സ്ട്രെയിൻ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓപ്പൺ സിംഗിങ് ആണ് മോളിനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഈ സോങ്ങിൽ അത് മാത്രമേ മോളെ വന്നിട്ടുള്ളൂ. പിന്നെ ലാസ്റ്റ് എൻഡ് ചെയ്തപ്പം സസ്റ്റെയിൻ ചെയ്ത നോട്ട് ഫ്ലാറ്റ് ആയിപ്പോയി കേട്ടോ. ഈ ശ്രുതിയുടെ പ്രശ്നങ്ങൾ ഒഴിച്ചാൽ ഓപ്പൺ സിംഗിങ്ങിൻ്റെ കാര്യം കൂടെ മോൾ ശ്രദ്ധിച്ചാൽ മോൾക്ക് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വരും കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സിസിലി. ഉരുളിയാനിക്കലച്ച, നല്ലൊരു പാട്ടാണ് കേട്ടോ. പാട്ടിന് കുഴപ്പമൊന്നുമില്ല. നല്ല രാഗ ബേസ്ഡ് സോങ് ആണ്. ഒരു ഫേവറേറ്റ് റൗണ്ടിൽ എടുക്കുമ്പോൾ ഇതും മോളെ മരിയൻ റൗണ്ട് പാടിയ പോലെ തന്നെയാണ്. നല്ല ലോങ് ആണ്. ബ്രീത്തിങ് ഒത്തിരി ആവശ്യമുള്ളൊരു പാട്ടാണ്. ഒരു പക്ഷേ റെക്കോർഡിങ്ങിനൊക്കെ പഠിക്കുമ്പോൾ എത്രയോ പ്രാവശ്യം കട്ട് ചെയ്തിട്ടായിട്ട് എടുക്കുന്നത് അല്ലേ. പക്ഷെ ഒറ്റ സ്ട്രെച്ചിൽ പാടിപ്പോയപ്പോൾ അതിനുള്ളൊരു ഫ്രീഡം തോന്നാത്തൊരു പാട്ടാണിത്. ഞാൻ പാട്ടിനെ കുറിച്ച് പറയുന്നത് നമുക്കങ്ങനെ ഒരു കമാൻഡ് കിട്ടുന്നത്, പാട്ടിലൂടെ കമാൻഡ് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഒരു പാട്ടായിരുന്നു. അതുകൊണ്ടാണ് മോളുടെ ബ്രീത്തിങ് എപ്പോൾ നമുക്ക് പോകുമ്പോഴും നമ്മുടെ എൻ്റെ ലാസ്റ്റ് പോർഷനൊക്കെ വീക്കായിട്ട് വരും. അതിന് ക്ലാരിറ്റി ഉണ്ടാവില്ല, അല്ലെങ്കിൽ അത് ശ്രുതി പോയിക്കൊണ്ടിരിക്കും. കാരണം നമ്മൾ ടയേർഡാണ്. നമുക്കൊരു മാനുഷികമായൊരു ലിമിറ്റ് ഉണ്ടല്ലോ ബ്രീതിങ്ങിനൊക്കെ, അതും വിട്ടു പോകുമ്പോഴാണ് നമ്മൾക്കൊക്കെ സംഭവിക്കുന്നത്.
മോളിലത് വളരെ വളരെ വ്യക്തമായിരുന്നു കേട്ടോ ഈ പാട്ടിൽ, വളരെ ക്ലിയറായിട്ട്. അതുകൊണ്ട് ഉണ്ടായിട്ടുള്ള കുറവുകൾ വളരെ വളരെ വ്യക്തമായിരുന്നു, ശ്രുതി ഒക്കെ പോയത്. പിന്നെ മോൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ വാക്കുകൾക്ക് കൂടുതൽ ഡൈനമിക്സ് കൊടുക്കുക. ഒറ്റ അടിക്ക് ഇങ്ങനെ ഭയങ്കര ഫോഴ്സ് കൊടുത്താൽ മോളിങ്ങനെ ഓരോ വാക്ക് തുടങ്ങുമ്പോൾ അത് തന്നെ നമ്മളെ വീക്കാക്കും, നമ്മൾ ക്ഷീണിപ്പിക്കും. ഊർജം, ഡൈനമിക്സ് വേണം പാട്ടിൽ, പക്ഷെ അത് ഭയങ്കര സ്ട്രോങ് ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ മോൾക്കൊരു വീക്ക്നെസ് വന്നു. മോൾ പാട്ടെടുക്കുമ്പോൾ കുറച്ചുകൂടെ മോൾക്ക് പറ്റിയ ബ്രീത്തിങ്ങിൻ്റെ പ്രോബ്ലം വരാത്ത പാട്ടുകൾ സെലക്ട് ചെയ്യാൻ പഠിക്കുക. പിന്നെ ഇതുപോലെയുള്ള വിഷ്വലായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് ചിലത് നല്ലതായിരുന്നു. ആ ഏറ്റുവാങ്ങുക നാം മനസ്സായത് നല്ല ഉച്ചസ്ഥായി പാടിയത് എക്സലൻ്റ് ആയിരുന്നു, നല്ല നല്ല ലയിച്ച്. സാരമില്ല, ട്രൈ അഗെയിൻ, ഇനി സമയമുണ്ടല്ലോ കേട്ടോ. താങ്ക് യു അച്ഛാ. അൽഫോൺസേട്ടാ. കാതറിൻ, എന്തോ പാട്ട് നല്ല ഒരു പാട്ടാണ്. ഗൗരി മനോഹരി രാഗത്തിൻ്റെ ഛായയിലുള്ളൊരു പാട്ടാണ്. രസമുണ്ട് കേൾക്കാനായിട്ട്. പ്രത്യേകിച്ച് ഈ രാഗത്തിനൊരു എന്തോ ഒരു പ്രത്യേകത, ഒരു മൂഡ് കൊണ്ടുവരാറുണ്ട് എപ്പോഴും അതിലുള്ള പാട്ടുകൾക്ക്. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് അച്ഛൻ പറഞ്ഞ കാര്യത്തിലോട്ട് കണക്ട് ചെയ്തിട്ട് ഞാൻ പറയാം. അപ്പോൾ ഒന്ന്, നമ്മൾ റൗണ്ടിനനുസരിച്ചിട്ട് നമുക്ക് സോങ്സ് സെലക്ട് ചെയ്യാം. ഇത് തീർച്ചയായിട്ടും മേ ബി നമുക്കൊരു സെമി ക്ലാസിക്കൽ പോലും ഉപയോഗിക്കാവുന്നൊരു പാട്ടാണ്. ഇപ്പോൾ നമ്മൾ നമുക്കൊരു എക്സ്ട്രാ എഫേർട്ട് ഇടുകയും ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യേണ്ട ഒരു സോങ്ങാണ്. ഫേവറേറ്റ് റൗണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല ഇഷ്ടമുള്ള ആളുകൾക്കും ഇഷ്ടം തോന്നാവുന്ന കുറച്ചുകൂടി സിമ്പിളായിട്ടുള്ളൊരു സോങ് എടുത്താൽ മോൾക്ക് വളരെ സ്ട്രോങ് ആയിട്ട് പെർഫോം ചെയ്യാനായിട്ട് പറ്റും. ഇതിൽ നമുക്ക് കുറച്ചൊരു എഫേർട്ട് ഇടേണ്ട പാട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്കൊരു ചെറിയ ടെൻഷൻ ഉണ്ടാവും, ഇത് ശരിയാവോ, അല്ലെങ്കിൽ നമുക്കൊരു കൂളായിട്ട് പാടണ്ട ഫേവറേറ്റ് റൗണ്ടൊക്കെ. നമ്മൾ മനസ്സ് ഫ്രീ ആവണം. അപ്പോൾ തന്നെ കുറേയും കൂടി നല്ല ഇമോഷൻ നമുക്ക് ഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും. പരമാവധി ശ്രമിച്ചിട്ടുണ്ട് ഈ പാട്ടിനകത്ത്. പക്ഷെങ്കിലും ഇപ്പോൾ ഇവിടെ പറഞ്ഞതിലത്ത് പ്രശ്നം തോന്നിയത് മുകളിലേക്ക് പോകുമ്പോൾ നല്ല ഡിഫിക്കൽട്ട്, ശരിക്കും നമുക്ക് ആ ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു പാടുന്ന സമയത്ത്. പിന്നെ സസ്റ്റെയിൻ ചെയ്യുമ്പോഴുള്ള ശ്രുതിയിൽ നിൽക്കാൻ പറ്റാത്ത ഇത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. ഇപ്പം ചെയ്യാവുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം നമുക്കിപ്പോൾ ഒരു രാഗ ബേസ് അല്ലെങ്കിൽ അങ്ങനത്തെയൊക്കെ ഡിഫറെൻറ്റ് സ്വരസ്ഥാനങ്ങൾ വരുന്ന പാട്ടുകൾ വരുമ്പോൾ ആ ഒരു രാഗത്തിൻ്റെ സ്വരസ്ഥാനം വെച്ചിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ലൈക്ക് ഇപ്പോൾ അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സംഗതികൾ നമ്മൾ ചെയ്യുന്നത് നല്ലതാണ്. കാര്യം ഇതൊക്കെ നമ്മൾ നോർമലി പാടുന്ന ഡിവോഷണൽ സോങ്ങുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള പാട്ടുകൾ അല്ലേ? പ്രത്യേകിച്ച് മാഷ് വളരെ മനോഹരമായിട്ട് പാട്ട് കമ്പോസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിനൊരു വലിയൊരു അനുമോദനം ഞാൻ രേഖപ്പെടുത്തി. അങ്ങനെയുള്ളൊരു പാട്ടാകുമ്പോഴത്തേക്കും സാറിനെ സംബന്ധിച്ചിടത്തോളം സാറ് പാട്ട് എത്രയും നന്നായിട്ട് മോൾക്ക് പഠിപ്പിക്കുക എന്നുള്ളതായിരിക്കും അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത്. പക്ഷേ മോളുടെ ഭാഗത്തുനിന്ന് പരിശ്രമിക്കേണ്ടത് എങ്ങനെയാണ്, എനിക്ക് ഈ സ്വരങ്ങളെല്ലാം കൃത്യമായിട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു പ്രാക്ടീസ് എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ഞാൻ എല്ലാ കാര്യങ്ങളും എടുത്ത് പറയുന്നത്. ഇപ്പോൾ നഗ്നമാനസ് അവിടുത്തെ ഒരു സംഗതി കുറച്ചൊരു ഇതുണ്ട്, ഒന്ന് പാടാവോ ആ ഭാഗം? ഒന്നുകൂടി പാടാ. അടുത്ത് ഒരു കുറച്ച് ആ കൃത്യത വന്നാൽ മനോഹരം ആയിരിക്കും ഈ പാട്ട് അല്ലേ? എനിവേ, നന്നായിട്ടുണ്ട്, പാട്ട് നല്ലതായിരുന്നു, ശ്രമിച്ചിട്ടുണ്ട് നന്നായിട്ട്. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കുക അടുത്തൊരു പാട്ട് വരുന്ന സമയത്ത് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്, ഗോഡ് ബ്ലെസ് യു. നല്ല സ്വരമാണ് കേട്ടോ. താങ്ക് യു അൽഫോൺസേട്ടാ. കാതറിൻ, കമൻസ് ഒക്കെ കിട്ടിയില്ലേ? ഇനി നമുക്ക് മാർക്സിലേക്ക് വേഗം പോകാം. സിസിലി, ഔട്ട് ഓഫ് 10? Seven marks. എനിക്ക് ലച്ച 7.5 out of 10. അൽഫോൺസേട്ടാ.
11 out of 10 and the total score is 21.5 out of 30. കാത്തറിന് നല്ല ടാലൻ്റ് ഉള്ള കുട്ടിയാണ്. ഇതിലും നല്ല സ്കോർ തീർച്ചയായിട്ടും മേടിക്കാം. കുറച്ചുകൂടി പ്രാക്ടീസ് ചെയ്ത് അടുത്ത റൗണ്ടിൽ നമുക്ക് കറക്ഷൻസ് വരുത്താനുള്ള സമയമുണ്ടല്ലേ. അതുകൊണ്ട് നന്നായി പ്രാക്ടീസ് ചെയ്താൽ കറക്ഷൻസ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പാട്ടിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തണം. ഓക്കെ കാത്തറിൻ, അപ്പോൾ അടുത്ത റൗണ്ടിലേക്ക് ഓൾ ദ ബെസ്റ്റ് വിഷസ് ആൻഡ് കൺഗ്രാറ്റുലേഷൻസ് ഫോർ ടുഡേയ്സ് പെർഫോമൻസ്. Voice of Goodness, Season 2. ഇനി അങ്ങനെ 3 പെർഫോമൻസസും ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. ഇനി വരുന്നത് മ്യൂസിക് ക്വിസ് സെഗ്മെൻ്റ് ആണ്. അതിന് വേണ്ടിയിട്ട് 2 കണ്ടസ്റ്റൻസിനെയും ഞാൻ വേദിയിലേക്ക് വിളിക്കുന്നു, മരിയ ആൻഡ് ജെയ്ഡൻ. മരിയ, ജെയ്ഡൻ, കാത്തറിൻ, ഇന്ന് 3 പേരും ക്വിസിന് റെഡിയാണോ? റെഡിയാണ്. നമ്മുടെ കണ്ടസ്റ്റൻസിന് ക്രിസ്ത്യൻ മ്യൂസിക്കിനെ കുറിച്ചുള്ള ഒരു നോളേജ് ഇറക്കാനുള്ള സെഗ്മെൻ്റ് ആണ്. ക്വസ്റ്റ്യൻസിലേക്ക് പോകാം, അധികം നീട്ടുന്നില്ല. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. കാത്തറിനിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അൽഫോൺസേട്ടാ, ക്വസ്റ്റ്യൻ പ്ലീസ്. ഈ പാട്ട് കേട്ടിട്ടുണ്ടോ എന്ന് നോക്കണേ. കേട്ടിട്ടുണ്ടാവും എന്തായാലും നിർബന്ധമായിട്ട്. സുവിശേഷ ഗീതികൾ പാടാ, യേശുവിൻ സാക്ഷികളാകാ, ലോകത്തിലെങ്ങും പോകാ, നാഥൻ വിളിക്കുന്നു നമ്മെ. കേട്ടിട്ടില്ലേ പാട്ട്? ഈ പാട്ടിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് ആരാണ്? ഓപ്ഷൻസ് തരാം. ജെറി അമൽദേവ്, ബേണി ഇഗ്നേഷ്യസ്, ഫാദർ ആന്റണി ഉരുളിയാനിക്കൽ. ഉരുളിയാനിക്കലച്ചൻ. ഉത്തരം കറക്റ്റ് ആണ്. കറക്റ്റ് ആണ്. കൺഗ്രാറ്റുലേഷൻ. കൺഗ്രാറ്റുലേഷൻസ് കാത്തറിൻ, യു ഹാവ് ഗോട്ട് 1 point. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ജെയ്ഡൻ ഉള്ളതാണ്. ഉരുളിയാനിക്കലച്ച, മോനെ മോനോട് എന്താ ചോദിക്കുക? അറിയത്തില്ല. 3 പാട്ടും അച്ഛൻ പാടും. 3 അതിൻ്റെ അകത്ത് മാതാവിൻ്റെ 3 പാട്ടുകളാണ്. 2 സിനിമ പാട്ട്, 1 സിനിമ പാട്ടും അല്ല. ഓക്കെ. നന്മ നിറഞ്ഞോരമ്മേ ഒരു പാട്ടുണ്ട്, അറിയാലോ അല്ലേ? കേട്ടിട്ടുണ്ട്. പിന്നെ നന്മ നേരും അമ്മ കേട്ടിട്ടുണ്ടല്ലോ. പിന്നെ നിത്യസഹായനാഥേ. 3 മാതാവിൻ്റെ പാട്ടിൽ അതിൽ 1 സിനിമ പാട്ടല്ല, മറ്റ് 2 ഫിലിം സോങ്സാണ്. ഓപ്ഷൻ എ. ആദ്യം പഠിച്ച നന്മ നിറഞ്ഞ ഒരമ്മയാണ്, അതാണല്ലേ? അടുത്തയാള് പറയാ, ശരിയാണോ ചേട്ടാ ഞാൻ പറയില്ല. നിത്യസഹായനാഥേ. നിത്യസഹായനാഥേ ആദ്യം ചോദിച്ചു, ഞാൻ സംശയം. നിത്യസഹായ കറക്റ്റ് ആട്ടോ നമ്മള് പറഞ്ഞു. നിത്യസഹായം അത് നൊവേനയിലെ പാട്ടാണ്, മറ്റേ സിനിമ പാട്ട്. നൊവേനയിലെ പാട്ട്, മാതാവിന്റെ നൊവേനയിലെ പാട്ടല്ല, അത് സിനിമ. സോ ഓപ്ഷൻ സി ആയിരുന്നു റൈറ്റ്. മരിയയ്ക്ക് 1 മാർക്ക് കിട്ടിയിരിക്കുകയാണ്. വീണ്ടും മരിയയ്ക്കുള്ള ചോദ്യം തന്നെയാണ്. സെസിലി, ക്വസ്റ്റ്യൻ പ്ലീസ്. ദിവ്യകാരുണ്യമേ ബലിവേദിയിൽ ഞങ്ങൾക്കായി മുറിയും അപ്പമാണു നീ. പാട്ട് കേട്ടിട്ടില്ലേ? ഓക്കെ, ഈ പാട്ടിൻ്റെ സംഗീത സംവിധായകൻ ആര്? ഓപ്ഷൻ എ ജേസൺ ആന്റണി, ഓപ്ഷൻ ബി ബർണി ഇഗ്നേഷ്യസ്, ഓപ്ഷൻ സി ഫാദർ ഷാജി തുമ്പച്ചിറ. ഫസ്റ്റ് ഓപ്ഷനാണ് ജേസൺ ആന്റണി. ഓക്കെ, ഇനി അടുത്ത ആൾ. ബേണി ഇഗ്നേഷ്യസ്. ബർണി ഇഗ്നേഷ്യസ് റൈറ്റ് ആൻസർ കേട്ടോ. സോ ക്വസ്റ്റ്യൻ പാസ് ചെയ്ത് വന്നെങ്കിലും കാത്തറിന് വീണ്ടും 1 പോയിന്റ് കൂടെ കിട്ടിയിരിക്കുകയാണ്. സോ ടോട്ടൽ കാത്തറിന് കിട്ടിയിരിക്കുന്ന സ്കോർ 2 points ആണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മ്യൂസിക് ക്വിസിലെ വിന്നർ കാത്തറിൻ ലിജു. കൺഗ്രാറ്റ്സ്. ഇനി കാത്തറിന് സ്പെഷ്യൽ മെമെന്റോ പ്രൈസ് ഉണ്ട്. ഫാദർ ആന്റണി ഉരുളിയാനിക്കൽ CMI ഹാൻഡ് ഓവർ ചെയ്യുന്നതായിരിക്കും. കൺഗ്രാറ്റുലേഷൻസ് കാത്തറിൻ. എന്ത് തോന്നുന്നു? സന്തോഷം. കഴിഞ്ഞ റൗണ്ടിലെ മ്യൂസിക് ക്വിസിന് പോയിന്റ് കിട്ടിയില്ലായിരുന്നു അല്ലേ? പക്ഷേ ഈ റൗണ്ടിൽ 2 പോയിന്റ് കിട്ടിയിരിക്കുകയാണ്. സോ കൺഗ്രാറ്റുലേഷൻസ് വൺസ് അഗെയിൻ.
ആൻഡ് ഇന്ന് 3 പേരും നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു മ്യൂസിക് ഫെസ്റ്റിൽ. ആൻഡ് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലെ പെർഫോമൻസസും മ്യൂസിക് സെഗ്മെൻ്റ് ഒക്കെ പൂർണ്ണമായിരിക്കുകയാണ്. വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 2 ജൂനിയറിൻ്റെ മറ്റൊരു എപ്പിസോഡിൽ കൂടുതൽ മനോഹരങ്ങളായ ക്രിസ്തീയ ഭക്തിഗാനങ്ങളുമായി ഞങ്ങൾ എത്തുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ. അമ്മേ മാതാവേ നിൻ മക്കൾ ഞങ്ങൾക്കായി ഏകീടണമേ നൽവരങ്ങൾ. പാട്ടിനകത്താണെങ്കിലും മോളുടെ വോയിസ് നല്ല സ്ട്രോങ് ആണല്ലോ, നല്ല ത്രോ. അത് വളരെ റെയറായിട്ട് കിട്ടുന്നൊരു ഗിഫ്റ്റാണത്. സത്യനായക മുക്തിദായക പുൽത്തൊഴുത്തിൻ പുളകമായ സ്നേഹഗായക ശ്രീയേശുനാ. അൺനെസസറി ആയിട്ടുള്ള മോഡുലേഷൻ സംഗതികൾ ഇങ്ങനെ വാരി വിതറുമായിരുന്നു. ആവശ്യവും അനാവശ്യവുമായ സ്ഥലങ്ങളെല്ലാം ഇഷ്ടം പോലെ ഇങ്ങനെ കുഞ്ഞു 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 പാവനവചസി മുരളികയായി എന്നെ മാറ്റൂ പാവനവചസി മുരളികയായി എന്നെ. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ മോളുടെ ഈ പ്രായത്തിൽ മോളുടെ ഈ ഒരു കാലിബർ വെച്ചിട്ട് ഈ പാട്ട് ഇച്ചിരി ഓവറായി പോയി കേട്ടോ. എന്നുവെച്ചാൽ മോൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ലാത്തൊരു പാട്ടായി പോയി.